ഇന്നൊരു ലഞ്ച് വീഡിയോ ആണല്ലോ. നല്ല ചോറും മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട്. അപ്പോൾ പയ്യെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നല്ല നെയ്മീൻ പാരയാണ് കിട്ടിയത്. അത് നല്ല കുടംപുളിയൊക്കെ ഇട്ടാണ് ഇന്ന് കറി വയ്ക്കുന്നത്. കൂടെ കുറച്ച് മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടംപുളി ഇട്ട മീൻകറി. പിന്നെ നല്ല കുഞ്ഞുള്ളി നിറച്ചിട്ട മീൻകറി ആയത്. ഇതിൽ ഞാൻ സവാളയൊന്നും ഇട്ടിട്ടില്ല, കുഞ്ഞുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നല്ലതുപോലെ പൊടിച്ച ഉലുവപ്പൊടി മീൻകറിക്ക് ഞങ്ങളിടും. നിങ്ങളൊക്കെ മീൻകറിക്ക് ഉലുവപ്പൊടി ഇടാറുണ്ടോ? പറഞ്ഞു തീരുന്നതിന് മുന്നേ മീൻകറി റെഡിയായി. മീൻകറിയുടെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. തോരൻ ഇന്ന് ചീരയാണ്, പച്ചച്ചീര. ചുമന്ന ചീരയാണ് എനിക്കിഷ്ടം, പക്ഷെ കിട്ടിയില്ല. നല്ല പച്ചച്ചീര കിട്ടി. അപ്പോൾ വിചാരിച്ചു കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ചീരത്തോരൻ വയ്ക്കാമെന്ന്. ചീര നന്നായി കഴുകി മണ്ണൊക്കെ കളഞ്ഞ് കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ പോകാൻ വെച്ച് നല്ല കുഞ്ഞായി അരിഞ്ഞെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കടുവും മുളകും ഒക്കെ താളിച്ച് അതിൽ ചീര ഇട്ടിളക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ജീരകപ്പൊടിയും വെളുത്തുള്ളി ചതച്ചതും ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുത്ത് നല്ല തിരികെ തേങ്ങയും കൂടെ ഇട്ടാൽ ചീരത്തോരൻ റെഡി. പിന്നെ ചീര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പെട്ടെന്ന് ഊണിന് 2-3 ഐറ്റം കറികളൊക്കെ വേണമെങ്കിൽ ഈ ചീര ബെസ്റ്റ് ഓപ്ഷനാണ്. പെട്ടെന്ന് കുക്കാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചീരയെ വേഗം കുക്കാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ചീര നല്ലതുപോലെ ഒന്ന് വാട്ടി ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി. ചിക്കൻ്റെയൊക്കെ ആയിട്ട് ഒരിച്ചിരി മീനില്ലാതെ എങ്ങനെയാണ്? മീനെന്ന് പറഞ്ഞാൽ പൊരിച്ചത്. എനിക്ക് മീൻ പൊരിച്ചത് മസ്റ്റാണ്. അപ്പോൾ ഇന്ന് നല്ല അയലയാണ് കിട്ടിയത്. അത് നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കുറച്ച് വിനാഗിരിയും ഒരൽപ്പം കായപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ പുരട്ടി തലേന്നേ വെച്ചേക്കുക. അപ്പോൾ നല്ലതുപോലെ മസാല ഇറങ്ങും. അതിന് നമ്മുടെ അയലക്കുട്ടന്മാർ പാൻ വെച്ച് എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെച്ച് തിരിച്ചെടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് തിരിച്ചും മറിച്ചും വിട്ട് മുരിച്ചെടുത്താൽ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി. പിന്നെ കുറച്ച് എരിക്ക് വേണ്ടി കുറച്ച് വിനാഗിരിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മസാലയാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒന്നുകൂടി സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മസാല കോട്ടഡായി നമ്മുടെ ഈ പൊരിച്ച മീൻ ഇരിക്കും. അപ്പോൾ ചോറിൻ്റെ കൂടെ ആ മസാല കൂട്ടി കഴിക്കാൻ നല്ല രുചിയായിരിക്കും. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. 2 സൈഡിലും ഈ മസാല കൂടി ഒന്നുകൂടെ കോട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, നമുക്കിനി പ്ലേറ്റ് ചെയ്യാം. നല്ല കുത്തരിച്ചോറാണ് ഇന്ന്. ഇവിടെ എന്നും കുത്തരിച്ചോറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറും അതിൻ്റെ കൂടെ കുറച്ച് അവിയലും അതിൻ്റെ കൂടെ നമ്മൾ നല്ല തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കിയെടുത്ത നമ്മുടെ ചീരത്തോരനും പിന്നെ നല്ല മൊരിയിച്ചെടുത്ത അയല ഫ്രൈയും കൂടെ കൂട്ടാനായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച നെയ്മീൻ പാരയുടെ മീൻകറിയും ഇതെല്ലാം കൂടെ ഒഴിച്ച് നല്ലതുപോലെ കൂട്ടി കുഴച്ച് ഒരു പിടി പിടിച്ച അടിപൊളിയാണ് കേട്ടോ. ആ മീൻകറിയുടെ പുളിയും അയല ഫ്രൈയുടെ എരിവും പിന്നെ നമ്മുടെ അവിയലിൻ്റെ ആ ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്ക് മീൻകറിയുടെ കൂടെ അവിയൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അപ്പോൾ എല്ലാവരുടെയും വീക്കെൻഡൊക്കെ എങ്ങനെയുണ്ട്? കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടാക്കി കൂട്ടാക്കണേ. അപ്പോൾ ശരി, ഞാൻ പോയി കഴിക്കട്ടെ.